ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ഓവർനൈറ്റ് ഒന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഉള്ളിലൊക്കെ നല്ല ആറെടുത്തിട്ടുള്ള ഒരു നെയ്യപ്പാണ് കേട്ടോ ഇത്. അരികൊക്കെ നന്നായിട്ട് ഫ്രില്ല് മാതിരി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാ നെയ്യപ്പവും നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഈ നെയ്യപ്പം വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഫുള്ളായിട്ട് കാണാം. ഇതിലുള്ള ട്രിക്സും ടിപ്സും ഒക്കെ പറയുന്നുണ്ട്. ആർക്കും ഇനി നെയ്യപ്പം ചുട്ടു നോക്കുമ്പോൾ ഫെയിലായി പോയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണണം കേട്ടോ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. പച്ചരി ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം ഇതിൽ വെള്ളം ഒഴിച്ച് ഒരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി 1 കപ്പ് ശർക്കര പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കുത്തി പൊടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അതിലേക്ക് ഒരു 3/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇത് ഉരുക്കിയെടുക്കാം. 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ വെള്ളം ആകാവുന്നതാണ് കേട്ടോ. നന്നായിട്ട് ഇത് ഉരുക്കിയെടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. നെയ്യപ്പത്തിന് തേങ്ങാക്കൊത്ത് മസ്റ്റാണ് കേട്ടോ. ആരും ഇത് സ്കിപ്പ് ചെയ്യരുത്. തേങ്ങാക്കൊത്തിൻ്റെ അളവ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. ഇഷ്ടമാതിരി കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. നന്നായിട്ടത് മൊരിച്ചെടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം. മുരിഞ്ഞതിന് ശേഷം മാത്രം എള്ള് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ എള്ള് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിനി മാറ്റി വെക്കാം. ഇനി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പച്ചരി ഉണ്ടല്ലോ, അത് ഊറ്റിയെടുക്കാം. ഇതേമാതിരിയുള്ള പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം വാർന്നു പോകുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതേമാതിരിയുള്ള പാത്രങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി മിക്സി ജാറിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നേരത്തെ നമ്മൾ ഉരുക്കി മാറ്റി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഉണ്ടല്ലോ, അതൊരു തരിപ്പയിൽ കൂടെ അരിച്ചെടുത്ത് മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു ചൂടോട് കൂടി തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 5 ഏലക്കായ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് മൈദാപ്പൊടി ചേർത്ത് കൊടുക്കാം. മൈദാപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പം നന്നായിട്ട് സോഫ്റ്റായി കിട്ടുന്നതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇത് അടിച്ചെടുക്കാം. ഇതേമാതിരിയുള്ള കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2 നുള്ള് അപ്പക്കാരം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ശർക്കരപ്പാനി തികയാതെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് മൂടി വെക്കാം. ഒരു 1/2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യോടുകൂടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പത്തിൻ്റെ മാവ് ഒരു ഒഴുകുന്ന പരുവത്തിൽ വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ടോ. മാവ് ഒരിക്കലും കട്ടയായിരിക്കരുത്. വെന്ത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് നെയ്യപ്പം ചുട്ടെടുക്കാൻ പോകുന്നത്. ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്.
എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഒരു തവി മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. മാവ് കോരി ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തീ ഏറ്റവും കൂട്ടി വെക്കുക. അതിനുശേഷം പെട്ടെന്ന് തന്നെ തീ കുറച്ചിടേണ്ടതാണ്. ഇത് താനെ തന്നെ വീർത്ത് വരുന്നതാണ്. 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായിട്ട് ബോളായിട്ട് പൊന്തി വരും. നമ്മൾ എണ്ണയൊന്നും ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കോരി ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഒരു വശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ടൈമിലൊക്കെ തീ ലോ ഫ്ലെയിമിലാണ് വേണ്ടത്. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും മറുവശവും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാ നെയ്യപ്പവും. ഇനി നമുക്ക് അടുത്തതും ഇതേമാതിരി തന്നെ തയ്യാറാക്കിയെടുക്കാം. മാവ് കോരി ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. തീ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. പെട്ടെന്ന് തന്നെ അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിടേണ്ടതാണ്. ഈ ഒരു നെയ്യപ്പം ഈ വിഷുവിന് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.